അല്ല നിഷാദ്, ഇതിനകത്ത് നമ്മള് പുറത്തുനിന്ന് രാഷ്ട്രീയമായി ഏറ്റെടുക്കലിന്റെയോ തള്ളിക്കളയലിന്റെയോ വിഷയമല്ല. ഇന്നിപ്പോ ആ പിതാവ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ മാധ്യമങ്ങളോട് ഇന്ന് ആദ്യമായി പറയുന്ന കാര്യങ്ങളല്ല. അദ്ദേഹത്തിന്റെ മകൻ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നേരത്തെ തന്നെ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അത് അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ ഇവിടെ വിശേഷിച്ച് CPM പറയുന്ന ഒരു ന്യായം എന്താണ്? ഈ രക്തസാക്ഷി ഫണ്ട് കൈപ്പറ്റിയിട്ടുണ്ട്. അതാ പിന്നെ അങ്ങോട്ട് ഞാൻ ചോദിക്കുന്നത്, ഒരു പിതാവിന്റെ മകൻ മരണപ്പെടുന്നു, അദ്ദേഹത്തിന് ചില ബോധ്യങ്ങൾ ഒരു ഘട്ടത്തിൽ അദ്ദേഹം തുറന്നു പറയുന്നു. പിന്നെ ഒരിക്കലും അത് പറയാൻ പാടില്ല, ഇത്തരത്തിലൊന്നും പറഞ്ഞു പോകരുത്. അങ്ങനെ പറയാതിരിക്കാൻ നിങ്ങൾ കൊടുക്കുന്ന കൈക്കൂലിപ്പണത്തിന്റെ പേരാണോ ഈ രക്തസാക്ഷി ഫണ്ട് എന്ന് പറയുന്നത്? ഇവിടെ ഏറ്റവും അധികം അഫക്റ്റഡ് ആയ കക്ഷി ആ പിതാവാണ്. അദ്ദേഹത്തിന്റെ മകൻ കൊല്ലപ്പെട്ടപ്പോ ആ പ്രതികൾ ശിക്ഷിക്കപ്പെടണം, അത് ശരിയായ പ്രതികളാകണം എന്ന് ആഗ്രഹിക്കാനുള്ള അവകാശം അദ്ദേഹത്തിനില്ലേ? അദ്ദേഹം ഒരു സംശയം തുറന്നു വച്ചാൽ ആ മനുഷ്യന് ഇമ്മട്ടിൽ നിങ്ങൾ ഫണ്ട് വാങ്ങിത്തുന്നതല്ലേ എന്ന രൂപത്തിൽ നമ്മൾ വിചാരണ ചെയ്യാൻ പാടുണ്ടോ? ആ ഉന്നയിക്കപ്പെടുന്ന സംശയങ്ങളിൽ ശരിയുണ്ടോ എന്ന നിയമപരമായ ഒരു പരിശോധന നടത്തുന്നതിൽ ഇവിടെ എന്തിനാ CPM ഇമാതിരി പേടിക്കാൻ പോകുന്നത്? ഇതെന്തുകൊണ്ട് ഈ ഫസൽ വധക്കേസ്, ഇതിപ്പോ ഫസൽ വധക്കേസുമായിട്ടാണല്ലോ നിഷാദ് ഇത് കണക്റ്റഡ് ആയിട്ടുള്ളത്. ഈ ഫസൽ വധക്കേസ് തന്നെ ഒരുപാട് കൗതുകങ്ങളുള്ള ഒരു കേസാണത്. CBI അന്വേഷിച്ച ആദ്യത്തെ കേസ് എന്നുള്ളത് മാത്രമല്ല, ആദ്യഘട്ടത്തിൽ അത് RSS ആണെന്ന് പറഞ്ഞു. പിന്നീട് അത് CPM നേതാക്കന്മാർ CBI അന്വേഷണം നടന്നപ്പോൾ അറസ്റ്റിലായി. പിന്നീട് ഒരു കുപ്പി സുധീഷ് എന്ന മറ്റും വേറൊരാളുടെ വെളിപ്പെടുത്തത് കേരള പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരുന്നുകൊണ്ടാണ് ഈ വെളിപ്പെടുത്തൽ പുറത്തു വരുന്നത്. ഇതിനകത്ത് ആ കുടുംബത്തിൽ തന്നെ ഇപ്പൊ രണ്ട് തർക്കം, ഈ ഫസലിന്റെ കുടുംബത്തിൽ തന്നെ. എന്ന് വെച്ചാൽ അതുപോലെ നിഗൂഢതകളുള്ള ഒരു കേസ്. അതിനകത്ത് രണ്ടുപേർ മരണപ്പെട്ടു. ഒന്ന് ഷിയാസ് ഉണ്ട്, പിന്നെ നേരത്തെ ഒരു പഞ്ചാരഷിൽ എന്ന് പറയുന്ന ഫസൽ വധക്കേസിൽ ഒരു പ്രതി മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. CPM പ്രതിസ്ഥാനത്ത് വരുന്ന ഇത്തരം കേസുകളിൽ പലപ്പോഴും CPM പ്രവർത്തകർ തന്നെ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ട അനുഭവങ്ങൾ നേരത്തെ ഉണ്ട്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് ദിവസമാണ് ഈ കൂത്തുപറമ്പിൽ മൻസൂർ എന്ന് പറയുന്ന ഒരു മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകനെ കൊലപ്പെടുത്തിയത്. ആ കേസിലെ പ്രതി 2 ദിവസങ്ങൾക്ക് ശേഷം കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി, ആത്മഹത്യ നിലയിൽ കണ്ടെത്തി. അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ അന്ന് പല റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഇതൊരു ആത്മഹത്യയാവാൻ തരമില്ല എന്ന നിലക്കാണ്. ഇത് ഷുക്കൂർ വധക്കേസിലെ പ്രതികളുടെ കാര്യത്തിൽ സംഭവിക്കുന്നുണ്ട്, ഫസൽ വധക്കേസിൽ സംഭവിക്കുന്നുണ്ട്, മൻസൂർ വധക്കേസിൽ സംഭവിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ചില നിർണായകമായ വെളിപ്പെടുത്തലുകളിലേക്ക്, അന്വേഷണങ്ങളിലേക്ക് എത്തുമ്പോൾ ഇതിൽ ലിങ്ക് ചെയ്യുന്ന ആളുകളെ കൊലപ്പെടുത്തുന്ന ഒരു മോഡസ് ഓപ്പറാൻഡി CPM ഉണ്ട് എന്ന് സംശയിക്കാൻ നമ്മുടെ മുമ്പിൽ 1, 2, 3 ഉദാഹരണങ്ങളുണ്ട്. CPM യഥാർത്ഥത്തിൽ ഇവിടെ ഒരു അധോലോക സംഘത്തെ പോലെ ആവുകയാണോ നമ്മൾ സംശയിക്കേണ്ടി വരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നല്ല, ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യ മസിൽ പവർ എന്നതിനെ വ്യാഖ്യാനിക്കേണ്ട രൂപത്തിലേക്ക് ഇവർ പോവാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇവർ ഈ പറയുന്ന വാദങ്ങൾക്ക് എന്തെങ്കിലും അടിത്തറയുണ്ടെങ്കിൽ ഈ പറയുന്ന UK സലീം എന്ന ചെറുപ്പക്കാരന്റെ ചോര CPM കൈകളിൽ പുരണ്ടിട്ടില്ലെങ്കിൽ ആ പിതാവിനോടൊപ്പം നിന്ന് സത്യസന്ധമായ ഒരു അന്വേഷണം നടക്കട്ടെ എന്ന ഒരു വരി പറയുന്നത് തുറന്ന അന്വേഷണത്തിന് മടിയൊന്നുമില്ല, നിലപാട് എന്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നില്ല എന്നാണ് ശ്രീ ഷിബു മീരാൻ ചോദിക്കുന്നത്.